കോഴിക്കോട് ഘടകകക്ഷികളുടെ സീറ്റ് ഉൾപ്പെടെ 3 സീറ്റുകളിൽ LDF-ൽ അനിശ്ചിതത്വം. വടകരയിൽ RJD-യിലെ പ്രശ്നങ്ങളും ഏലത്തൂരിൽ NCP-യിലെ പ്രശ്നങ്ങളുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി. കൊയിലാണ്ടിയിൽ മുൻ MLA K. ദാസൻ മത്സരിക്കുമെന്നറിയുന്നു. കൊടുവള്ളിയിൽ ലീഗിലെ വിഭാഗീയത മുതലെടുക്കാനാണ് CPM നീക്കം. പൊതു സ്വതന്ത്രനെ നിർത്തണമെന്ന് PT റഹീം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ ടേമിന് മുമ്പുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തിൻ്റെ കാലത്ത്. പക്ഷേ കുന്നമംഗലം ഈ 10 വർഷവും കിഫ്ബി പദ്ധതി ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൊടുവള്ളിയുടെ ഒരു സ്ഥിതി വെച്ചിട്ട് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുന്നതാണ് ഇടതുപക്ഷത്തിന് നന്നാവുക. ആരാട്ട് റസാക്ക് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചിട്ട് മുനീറായിട്ട് പോലും വളരെ നിയറോ മാർജിനാണ് മുനീർ രക്ഷപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷത്തിന് ആര് മത്സരിച്ചാലും ജയിക്കും. തീർച്ചയായിട്ടും എല്ലാ ആളുകളുടെയും നല്ല പിന്തുണ കഴിഞ്ഞ 3 പ്രാവശ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ആ പാർട്ടിയുടെ തീരുമാനത്തിന് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം RJD-യിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ്. പിളർപ്പൊഴിവാക്കാൻ ശ്രേയംസ് കുമാർ വിമതരുമായി ചർച്ച നടത്തുന്നുണ്ട്. ശരത്തും VS രഞ്ജിത്തും K. അഭിലാഷും ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ശരത്തെ CPM ലിസ്റ്റ് ആവുകയാണ്. എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്? ഇപ്പോൾ കൊയിലാണ്ടിയിൽ ദാസൻ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി. അവിടെ ലീഗിലാണെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് താനും. ആ ലീഗിലെ അഭിപ്രായ വ്യത്യാസത്തിലാണ് CPM-ന്റെ കണ്ണെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ ശരത്? അരുൺകുമാർ, അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സിറ്റിംഗ് MLA-മാർ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് പ്രധാനമായും തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7 മണ്ഡലങ്ങളിൽ 6 സിറ്റിംഗ് MLA തുടരും. കൊയിലാണ്ടിയിലായിരുന്നു കാനത്തിൽ ജമീലയുടെ മരണത്തെ തുടർന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ CPM തേടിയത്. വസീഫിന്റെ പേരും ഒപ്പം K. ദാസൻ മുൻ MLA-യുടെ പേരുമായിരുന്നു പരിഗണനയിലുണ്ടായിരുന്നാൽ ഇപ്പോൾ K. ദാസൻ അന്തിമ ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടിയിൽ CPM-ന് ആശങ്കയില്ല. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ആശങ്ക നിൽക്കുന്നത് 3 മണ്ഡലങ്ങളിലാണ്. ഒന്ന് വടകര, ഒപ്പം എലത്തൂരും കൊടുവള്ളിയിൽ നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ശക്തമായ മണ്ഡലമാണ് കൊടുവള്ളി. 11 തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ 9 തവണയും ലീഗ് തന്നെയാണ് വിജയിച്ചത്. പക്ഷേ 2006-ലും 2016-ലും ഒരു അട്ടിമറി നടത്താൻ LDF-ന് സാധിച്ചു. അത് ഇത്തരത്തിൽ ലീഗ് വിമതരിലൂടെയാണ് CPM അത്തരത്തിൽ അട്ടിമറി നടത്തി വിജയം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കൊടുവള്ളിയിൽ LDF പ്രതീക്ഷിക്കുന്നത് ലീഗിനുള്ളിലുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുത്ത് ലീഗ് വിമതരെ കളത്തിലിറക്കാൻ തന്നെയാണ്. നമുക്കറിയാം ലീഗിനുള്ളിൽ നേരത്തെ MK മുനീറായിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുനീർ ഇത്തവണ അവിടെ മത്സരിക്കില്ല എന്നറിയുന്നു. ഒപ്പം വരുന്ന പേരുകൾ KM ഷാജിയുടേതും ഒപ്പം PK ഫിറോസിന്റെയും അടക്ക പേരുകളാണ് വരുന്നത്. പക്ഷേ പുറത്തു നിന്നുള്ള ഒരാൾ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകണ്ട എന്നൊരു പ്രതിഷേധ സ്വരം ലീഗിന്റെ പ്രാദേശിക ഘടകത്തിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ആരെങ്കിലും സ്ഥാനാർത്ഥിയായാൽ ലീഗിൽ വലിയ പൊട്ടിത്തെറിക്ക് കൊടുവള്ളിയിൽ സാധ്യതയുണ്ട്. അത് മുതലെടുത്ത് ലീഗ് വിമതനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ CPM ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ PT റഹീം അടക്കം പറഞ്ഞത് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തണമെന്നുള്ളതാണ്. അതുൾപ്പെടെ പരിഗണിച്ച് തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ കൊടുവള്ളിയിൽ CPM സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ കൊടുവള്ളിയിലെ സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും CPM ഒരു അന്തിമഘട്ടത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. സമാനമാണ് എലത്തൂരിലെയും സാഹചര്യം. നമുക്കൊപ്പം രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എലത്തൂരിലാണെങ്കിൽ NCP-യിലടി, വടകരയിലേക്ക് പോയാൽ RJD-യിലടി. ഈ അടിയൊക്കെ മാറി എന്ന് ലിസ്റ്റ് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് സംഭവിക്കുന്നത്? ഈ അനിശ്ചിതത്വം എത്ര കാലം നീണ്ടു നിൽക്കും? 1-2 ദിവസത്തിനുള്ളിൽ തീരുമാനമാവണ്ടേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും. കാരണം UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ തിരിച്ചുപിടിക്കാനും സീറ്റുകൾ നേടാനും ആഗ്രഹിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. അതുകൊണ്ട് LDF-ന് വളരെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് മത്സരമാണ് കോഴിക്കോട്ട് നടക്കുക. പക്ഷേ CPM-ന്റെ സീറ്റുകളിലൊക്കെ ധാരണയാവുമ്പോഴും ഘടകകക്ഷികളുടെ സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിലുമാണ് അനിശ്ചിതത്വമുള്ളത്. അതിലേറ്റവും പ്രധാനമായി വടകരയിൽ തന്നെയാണ്. KK രമ വടകര പിടിച്ചെടുക്കുന്നു. ആ മണ്ഡലം CPM-ന് വളരെ പ്രസ്റ്റീജിയാണ്. ഇടയ്ക്ക് CPM തന്നെ ആ മണ്ഡലത്തിൽ മത്സരിച്ചാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ RJD ഘടകകക്ഷി എന്ന രീതിയിൽ അവർക്ക് ആ സീറ്റ് കൊടുക്കുന്നു. പക്ഷേ RJD ആ സീറ്റിൽ തർക്കം നിലനിൽക്കുന്നു. ആ സീറ്റിൽ ആരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ശ്രേയാംസ് കുമാറോ മകളോ മത്സരിക്കണം എന്നൊക്കെ CPM പറയുന്നു. കാരണം ശ്രേയാംസ് കുമാറും മകളും ഒക്കെ മത്സരിച്ചാൽ കിട്ടുന്ന ഒരു ഗൗരവം മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കിട്ടില്ല എന്ന് RJD-ക്കകത്ത് അഭിപ്രായമുണ്ട്. പക്ഷേ ആ സീറ്റിൽ മനയത്ത് ചന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. RJD-ക്കകത്തൊരു പിളർപ്പിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അനിശ്ചിതത്വം വടകരയിലും
തുടരുന്നു. ഒപ്പം അനിശ്ചിതത്വമുള്ള മറ്റൊരു മണ്ഡലം എലത്തൂരാണ്. കോഴിക്കോട് NCPയുടെ ജില്ലാ കമ്മിറ്റി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രമേയം പാസാക്കി പറയുന്നു AK ശശീന്ദ്രൻ വേണ്ട എന്ന്. എന്നാൽ AK ശശീന്ദ്രൻ പറയുന്നു അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ആ തരത്തിൽ വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് എലത്തൂരിന്റെ കാര്യത്തിലും എലത്തൂരും അങ്ങനെ NCPക്ക് സ്വാധീനമുള്ള സ്ഥലമല്ല, CPMന്റെ ഉറച്ച കോട്ടയാണ്. അതൊരു ഘടകകക്ഷി മര്യാദയുടെ അടിസ്ഥാനത്തിൽ NCP കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. CPMന് ഈ തർക്കത്തിലും ഒരു വലിയ അനിശ്ചിതത്വമുണ്ട്. കൊടുവള്ളിയിലേക്ക് വന്നാൽ അവിടെ CPMന് കിട്ടാത്ത സീറ്റാണ്. പക്ഷേ സ്വതന്ത്രന്മാർ മത്സരിക്കുമ്പോൾ CPM ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വതന്ത്രനെ ലീഗിൽ നിന്ന് വീണ് കിട്ടുമോ എന്നാണ് CPM ആലോചിക്കുന്നത്. നാദാപുരം CPIയുടെ സീറ്റാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറി ഗവാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. പക്ഷേ അവിടെയും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഘടകകക്ഷികളുടെ സീറ്റിലാണ് LDFൽ കോഴിക്കോട് അനിശ്ചിതത്വമുള്ളത്. അതാണ് അതിനകത്തൊരു പ്രശ്നം. അതാണ് ഘടകകക്ഷികൾ ഒടുവിൽ കൊണ്ട് സീറ്റ് കോൺഗ്രസിന്റെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസ് UDFും ഇക്കുറി ശക്തമായി തിരിച്ചുവരവാൻ ആഗ്രഹിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ AK അഭിലാഷ് ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടകര. RJDയിലെ തർക്കം LDFിനൊരു കിറാമുട്ടിയാവൂ അഭിലാഷ്? തീർച്ചയായിട്ടും RJDയിലെ തർക്കം കീറാമുട്ടിയാവുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RJD പിളരുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇന്ന് നേതൃയോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ പിള്ളയും അതോടൊപ്പം തന്നെ സഭാ പുൽപ്പറ്റി അടക്കമുള്ള ആളുകൾ നേരത്തെ വിമത യോഗം ചേർന്നിരുന്നു. അത്തരം നേതാക്കളെ ഇപ്പോൾ ശ്രേയാംസ് കുമാർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ശ്രേയാംസ് കുമാറിന്റെ വീട്ടിന് മുന്നിലാണ്. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നേതാക്കളെ വിളിച്ചു വരുത്തുകയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. പിളർപ്പ് ഒഴിവാക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശ്രേയാംസ് കുമാർ ഈ നേതാക്കൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം 11 മണിയോട് കൂടിയാണ് ഈ നേതൃയോഗം വിളിച്ചിരിക്കുന്നത്. ആ നേതൃയോഗത്തിൽ LDF ബന്ധം വിച്ഛേദിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ വിമത നേതാക്കൾ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇതിൽ കാരണം 3 സീറ്റുകൾ മാത്രമാണ് LDFിന്റെ ഭാഗത്ത് ലഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് UDFിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കുറെ കൂടി സീറ്റുകൾ ലഭ്യമാകും എന്നുള്ള കാര്യം കൂടി പറയുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ പോലും പിന്നാമ്പുറത്ത് നടന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകര സീറ്റ് UDFിന് വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം ഇപ്പോൾ തന്നെ RJD വിമത നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പകരം മറ്റ് പല സീറ്റുകൾ മേലത്തൂരടക്കമുള്ള സീറ്റുകൾ വിട്ടു നൽകാം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും RJD വിമത നേതാക്കൾ ഇപ്പോൾ ശ്രേയാംസ് കുമാറുമായി ചർച്ച നടത്തുകയാണ്. പക്ഷേ രഞ്ജിത്തും ഒപ്പം ശരത്തും പ്രേക്ഷകരെ അങ്ങനെ ചർച്ചകളൊക്കെ സജീവമാണ്. ഇടതുമുന്നണിയിലെ ചില സീറ്റുകളെ ചൊല്ലി വടകരയാണെങ്കിൽ അത്, നാദാപുരത്താണെങ്കിൽ അത്, അതേപോലെ കൊടുവള്ളിയിലാണെങ്കിൽ പിന്നെ തർക്കം പ്രധാനമായിട്ട് നിൽക്കുന്നത് ഏലത്തൂരിലും വടകരയിലുമാണ്. അത് എന്താണെങ്കിലും കുരുക്കായി തീരും. ഒരു തീരുമാനം പെട്ടെന്നുണ്ടായില്ലെങ്കിൽ എന്തായാലും കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാതെ.